എല്ലാ കൂട്ടുകാർക്കും മിസ്റ്റർ പ്രിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ലൂഫി നമ്മുടെ ലോക്കിനെ സ്ട്രോ ഹാറ്റ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ഇൻവൈറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പക്ഷേ നമ്മുടെ ലോക്കി സ്ട്രോ ഹാറ്റ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? നമുക്കറിയാം നമ്മുടെ ലോക്കി എത്രമാത്രം പവർഫുൾ ആണെന്ന്. അപ്പോൾ നമ്മുടെ ലോക്കി സ്ട്രോ ഹാറ്റ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രോ ഹാറ്റ്സിൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും വരാൻ പോകുന്നത്? നമ്മുടെ സോറോനും സാഞ്ചിക്കും നമ്മുടെ ലോക്കിയായിട്ട് കീപ്പ് അപ്പ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അവർ നമ്മുടെ ലോക്കിനെ സർപ്പാസ് ചെയ്യുമോ? ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതറിയാൻ താല്പര്യമുള്ള ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് നോക്കുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ 1 വീക്സ് റിലേറ്റഡ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ കൃത്യമായിട്ട് എത്തിക്കുള്ളൂ. എന്നാൽ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ലോക്കിനെ കുറിച്ച് തന്നെ നോക്കാം. നമുക്കറിയാം നമ്മുടെ ലോക്കിയുടെ പവർ മുഴുവനായിട്ട് റിവീൽ ചെയ്തിട്ടില്ലെങ്കിൽ ലോക്കി വളരെ പവർഫുൾ ആണെന്ന് നമുക്ക് ലോക്കി കൊടുത്ത ഇൻട്രൊഡക്ഷനിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ 6 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ലോക്കിനെ ക്യാപ്ചർ ചെയ്തത്. ആ ടൈമിൽ നമ്മുടെ ലോക്കിനെ ക്യാപ്ചർ ചെയ്യാൻ നമ്മുടെ ഷാങ്സും അതുപോലെ തന്നെ മറ്റ് ജയൻസും തമ്മിൽ അലയൻസ് ഉണ്ടാക്കിയിട്ട് ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടാണ് നമ്മുടെ ലോക്കിനെ ക്യാപ്ചർ ചെയ്യുന്നത്. അതുമാത്രമല്ല നമ്മുടെ ലോക്കി കൈക്കൂട്ടെ നമ്മുടെ വേൾഡ് ഗവൺമെൻറ് വലിയൊരു ബൗണ്ടി തന്നെ നമ്മുടെ ലോക്കിക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ലോക്കിക്ക് ഉണ്ടായിരുന്ന ബൗണ്ടി എന്ന് വെച്ചാൽ 2.6 ബില്യൺ ബേരീസ് ആയിരുന്നു. അതുമാത്രമല്ല നമ്മുടെ 6 വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ ഷാങ്സിന് യോങ്കോ എന്ന് പറയുന്ന ആ സ്റ്റാറ്റസ് കിട്ടുന്നത്. അതിനുള്ള കാരണം ഇത് തന്നെയാണ്. നമ്മുടെ ഷാങ്സ് നമ്മുടെ എൽബാഫിൽ നിന്ന് നമ്മുടെ ലോക്കിനെ ഡിഫീറ്റ് ചെയ്തതുകൊണ്ടാണ് നമ്മുടെ ഷാങ്സിന് ആ സ്റ്റാറ്റസ് കിട്ടുന്നത്. എന്നാലും നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ലോക്കിനെ ഷാങ്സ് ഒരു 1v1 ഫൈറ്റിലല്ല ഡിഫീറ്റ് ചെയ്തത്. നേരെ മറിച്ച് നമ്മുടെ ജയൻസിൻ്റെ സഹായം തേടുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ ഷാങ്സ് ഇപ്പോൾ എത്രമാത്രം പവർഫുൾ ആണെന്ന്. എന്നാൽ 6 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഷാങ്സ് ഇപ്പോൾ അത്ര പവർഫുൾ ആണെന്ന് ചോദിച്ചാൽ അല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഷാങ്സിന് നമ്മുടെ ജയൻസിൻ്റെ ആവശ്യം വന്നിട്ടുണ്ടാകുന്നത്. ഇപ്പോഴത്തെ ഷാങ്സ് ആണെങ്കിൽ നമ്മുടെ ലോക്കിനെ ഒറ്റയ്ക്ക് തന്നെ ഡിഫീറ്റ് ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ട്. എന്നാൽ ആ ടൈമിലുണ്ടായിരുന്ന ഷാങ്സും എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ സോറോയും സാഞ്ചിയും തമ്മിലൊരു ഫൈറ്റ് ചെയ്താൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഷാങ്സ് തന്നെയാണ് വിജയിക്കുക എന്നാണ്. കാരണം ആ ടൈമിൽ നമ്മുടെ ഷാങ്സിനും 1.something ബില്യൺ ബേരീസ് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനർത്ഥം നമ്മുടെ ലോക്കി ആ ടൈമിൽ നമ്മുടെ ഷാങ്സിനെക്കാട്ടും പവർഫുൾ ആയിരുന്നു. ചിലപ്പോൾ ആ ടൈമിലെ ഒരു യോങ്കോ കൂടിയായിരിക്കും നമ്മുടെ ലോക്കി. ഇത് കൺഫേംഡ് ഒന്നല്ല, അത് ഞാൻ വെറുതെ പറഞ്ഞതാണ്. എന്തായാലും ലോക്കി ആ ടൈമിൽ നമ്മുടെ ഷാങ്സിനെക്കാട്ടും പവർഫുൾ ആയിരുന്നു. അപ്പോൾ ഇത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു ക്യാരക്ടർ നമ്മുടെ സ്ട്രോ ഹാറ്റ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സോറോയും സാഞ്ചിയും 3rd 4th ആയി മാറുന്നതായിരിക്കും. ഞാൻ ഉദ്ദേശിച്ചത് പവർ റാങ്കിങ് ആണ്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല നമ്മുടെ സോറോനോ സാഞ്ചിക്കോ നമ്മുടെ ലോക്കിൻ്റെ അത്ര പവർ ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലോക്കി സ്ട്രോ ഹാറ്റ്സിൽ ജോയിൻ ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ സോറോയും സാഞ്ചിയും നല്ല രീതിക്കുള്ള പവർ ഗ്യാപ്പ് ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പക്ഷേ എനിക്ക് പേഴ്സണലി ഇഷ്ടം നമ്മുടെ സ്ട്രോ ഹാറ്റ്സിൽ എപ്പോഴും സെക്കൻഡ് നമ്മുടെ സോറോയും അതുപോലെ തന്നെ 3rd നമ്മുടെ സാഞ്ചിയും ആയിരിക്കണം എന്ന് തന്നെയാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ആഗ്രഹം. അത് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എനിക്കും തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും നമ്മുടെ ലോക്കി സ്ട്രോ ഹാറ്റ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിലും ഒരു പക്ഷേ നമ്മുടെ സോറോയും സാഞ്ചിയും ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ ഉടൻ തന്നെ നമ്മുടെ ലോക്കിനെക്കാട്ടും പവർഫുള്ളായി മാറുന്നതായിരിക്കും. അല്ലാതെ ഒരു 1 പീസ് ഫാൻസിന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ലോക്കി സ്ട്രോ ഹാറ്റ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷം നമ്മുടെ സോറോനേക്കാളും അതുപോലെ തന്നെ നമ്മുടെ സാഞ്ചിനെക്കാട്ടും പവർഫുള്ളായി മാറുന്നത് ആർക്കും കണ്ടു നിൽക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇത് റിയാലിറ്റിയാണ്. നമ്മുടെ സോറോനേക്കാട്ടും സാഞ്ചിനെക്കാട്ടും ഇപ്പം നമ്മുടെ ലോക്കി പവർഫുൾ തന്നെയാണ്. ഒരു പക്ഷേ ഫ്യൂച്ചറിൽ അത് ജോയിൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നടക്കുമെന്നാണ്. നമ്മുടെ സോറോയും സാഞ്ചിയും ഒരു പക്ഷേ നമ്മുടെ ലോക്കിനെ സർപ്പാസ് ചെയ്യുമായിരിക്കും. പിന്നെ നമ്മുടെ ലോക്കി നമ്മുടെ സ്ട്രോ ഹാറ്റ്സിൽ ജോയിൻ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലാക്ക് ബിയർഡ് പാരറ്റ്സുമായിട്ട് ഉണ്ടാകുന്ന ഫൈറ്റിൽ ഒരു കൃത്യമായിട്ടുള്ള മാച്ചപ്പ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലാക്ക് ബിയർഡ് വെച്ച് ലൂഫി ഫൈറ്റ് ചെയ്യൂ, അതുപോലെ തന്നെ ഷിരിയുമായിട്ട് നമ്മുടെ സോറോ ഫൈറ്റ് ചെയ്യൂ, അതുപോലെ സാഞ്ചിയുമായിട്ട് കൂസാൻ. അവിടെയാണ് പ്രശ്നം വരുന്നത്. എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ബ്ലാക്ക് ബിയർഡ് പാരറ്റ്സിലെ സെക്കൻഡ് സ്ട്രോങ്സ് നമ്മുടെ കൂസാനാണ്. അതുമായിട്ട് നമ്മുടെ സാഞ്ചി ഫൈറ്റ് ചെയ്താൽ എനിക്ക് തോന്നുന്നില്ല സാഞ്ചിക്ക് ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. കൂസാൻ ഒരു അഡ്മിറൽ ലെവലാണ്, ഏകദേശം ഇപ്പോൾ ഒരു യോങ്കോ ലെവലായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സാഞ്ചിക്ക് എന്തായാലും ഒറ്റയ്ക്ക് നമ്മുടെ കൂസാനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നമ്മുടെ സാഞ്ചി ആയിരിക്കില്ല നമ്മുടെ കൂസാനായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ലോക്കി ആയിരിക്കും. ഞാനിങ്ങനെ പറയാൻ കാരണം മറ്റൊന്നുമില്ല, നമ്മുടെ ലോക്കി ഒരു യോങ്കോ ലെവൽ ക്യാരക്ടറാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൂസാനുമായിട്ട് ആരെങ്കിലും ഫൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ലോക്കി ആയിരിക്കും നമ്മുടെ സ്ട്രോ ഹാറ്റ്സിൽ ലോക്കി ജോയിൻ ചെയ്താൽ. അപ്പോൾ ഒരുപക്ഷെ ഇതിന് ശേഷമായിരിക്കും നമ്മുടെ സാഞ്ചിക്ക് സോറോനൊക്കെ പവറപ്പ് കിട്ടാൻ പോകുന്നത് ഫൈനൽ ബാറ്റിലാകുന്ന സമയത്ത്. ഇപ്പോൾ എൽബാഫിൽ നമ്മുടെ സോറോനും സാഞ്ചിനും എന്തെങ്കിലും തരത്തിലുള്ള പവറപ്പ് കിട്ടിയാലും എന്തായാലും ലോക്കിനെ ഈ ആർക്കിലൊന്നും സർപ്പാസ് ചെയ്യാൻ പോകുന്നില്ല. പക്ഷേങ്കിൽ അവരെന്തായാലും നമ്മുടെ ഫൈനൽ സാഗ ആകുമ്പോഴേക്കും നമ്മുടെ ലോക്കിനെക്കാളും പവർഫുള്ളായി മാറുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട, അല്ലെങ്കിൽ ഈക്വൽ ലെവലിലെങ്കിലും എത്തിയിട്ടുണ്ടാകും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് നോക്കണം. കാരണം നമ്മുടെ ചാനൽ ഇപ്പോൾ 5K സബ്സ്ക്രൈബേഴ്സ് ആകാനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മൈൻസ്റ്റോൺ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നു വിചാരിക്കുന്നു. എന്നാൽ മറ്റൊരു കാണുന്നത്. ബൈ ബൈ.